ഹേയ് സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഖലീഫയും പിന്നെ ഒടിയനെ പറ്റിയാണ്. അപ്പോൾ ഖലീഫ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നേ ദിവസം ഓഗസ്റ്റ് 16 രാവിലെ വരുന്നതാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന് US സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 39 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ. അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ തന്നെയാണ്. പിന്നെ ചിത്രത്തിൻ്റെ ബുക്കിങ്ങും ഇന്ന ദിവസം വൈകിട്ട് 4 മണിക്കാണ്. അപ്പോൾ എന്തായാലും മറ്റ് അപ്ഡേറ്റ്സിനെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിത്രത്തിൽ ഒരു കംപ്ലീറ്റ് ആക്ഷൻ പടമായിരിക്കില്ല എന്നാണ് നമ്മുടെ പൃഥ്വിരാജ് പ്രൊമോഷൻ വേദിയിലൊക്കെ പറഞ്ഞത്. അതായത് മാർക്ക് പോലെ ഒരു ആക്ഷൻ പടമായിരിക്കില്ല, പക്ഷേ തക്കതായ സമയത്തുള്ള ആക്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മോഹൻലാലിന് ഒരു പ്രാധാന്യ റോള് തന്നെയാണ്, ചുമ്മാ ഒരു ക്യാമിയോ മാത്രമല്ല. അപ്പോൾ എന്തായാലും ചിത്രം ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇനി വരാൻ പോണ ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് ഒടിയൻ. ചിത്രത്തിൽ പൃഥ്വിരാജാണ് മെയിൻ ലീഡാണ് എത്തുന്നതാണ് എല്ലാവരുടെ സംശയം. പക്ഷേ മഞ്ജു വാര്യറാണ് മെയിൻ ലീഡായിട്ട് എത്തുന്നത്. പൃഥ്വിരാജ് ഉണ്ട്, വേറെ കാരണം ഒന്നും കൊണ്ടല്ല, ഒടിയനായിട്ടാണല്ലോ എത്തുന്നത്. അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ അദ്ദേഹത്തിൻ്റെ റോള് നിങ്ങൾക്ക് അറിയാലോ, മാറി കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജിന് കുറച്ച് ഷൂട്ടിംഗ് ഡേയ്സേ ഉള്ളൂ മഞ്ജു വാര്യർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്ന് വെച്ച് ചിത്രത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്നൊരർത്ഥം ഇല്ല. നമ്മുടെ രാഹുൽ സദാശിവനാണല്ലോ ഒടിയൻ എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒടിയൻ്റെ യഥാർത്ഥ കഥയും രൂപം തന്നെ ആയിരിക്കും അദ്ദേഹം പകർക്കാൻ പോകുന്നത്. എന്തായാലും ഒടിയനും ഖലീഫയൊക്കെ ഗംഭീര ഹിറ്റ് തന്നെ ആവട്ടെ. പൃഥ്വിരാജിനൊരു കംബാക്കൊക്കെ വേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആൻറ്റിസിപ്പേഷനൊക്കെ നമ്മുടെ കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകൾക്ക് വേണ്ടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.